പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവത്തിൻ്റെ സ്നേഹഭാജനങ്ങളെ ഒരിക്കൽ കൂടെ സനാതന സുവിശേഷത്തിലേക്ക് നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തു. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഉടമ്പടിയെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങി. എന്നാൽ ഇന്ന് നമ്മൾ അതിലൊരു ചെറിയൊരു ബ്രേക്ക് എടുക്കുകയാണ്. നമ്മൾ പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ ഈ നാളുകളിൽ, ഈ ദിവസങ്ങളിൽ കേരളവും സഭയും ഭാരതമൊക്കെ വളരെയധികം ചർച്ച ചെയ്ത ഒരു സിനിമ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ സിനിമ ഒത്തിരി കോളിളക്കങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് പലരും പല കമൻറ്റുകൾ പറയുന്നുണ്ട്. ആ സിനിമ കാണുന്നത് മാരകപാപമാണ്, ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ കുമ്പസാരിക്കണം. അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ വന്ന്, അപ്പോൾ പണ്ട് ഏദൻ തോട്ടത്തിൽ ഒരു പഴം വെച്ചിട്ട് കർത്താവ് പറഞ്ഞു, ആ പഴം കഴിക്കരുത്, കഴിച്ചാൽ നിങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും പോയി കഴിച്ചു, അത് കഴിച്ചുപോയി എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഈ കാര്യങ്ങളെയൊക്കെ ഒന്ന് വെറും വൈകാരികമായി, വെറും ഒരു മതാത്മകമായിട്ട് ഇതിനെ കണ്ടാൽ പോരാ. നമ്മളിതിനെ ആധ്യാത്മികമായി തന്നെ കാണും. അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ നാളുകളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളെ കുറച്ചുകൂടെ ആഴപ്പെടുത്തുന്ന ചില സത്യങ്ങൾ കുറേ കൂടി നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന കാര്യങ്ങളാണ്. അപ്പം ഇവിടെ ചിലപ്പോഴെങ്കിലും പല മീഡിയയിലൊക്കെ സംസാരങ്ങൾ വന്നപ്പോൾ മനസ്സിലാക്കിയൊരു കാര്യമാണ്, ക്രിസ്ത്യാനികൾ പ്രത്യേകിച്ച് അതിൻ്റെ അകത്ത് ഗുജറാത്തിലെ ഒരു കലാപത്തെക്കുറിച്ച് ഒരു പരാമർശം വന്നു. ഉടനെ നമ്മുടെ BJP-കാരും RS-കാരൊക്കെ അതിനെ വളരെ ശക്തമായിട്ട് എതിർത്തു. ഉടനെ തന്നെ അതിനകത്ത് കുറേ കട്ടുകളൊക്കെ വരുത്തി അവരത് മാറ്റി. അപ്പം പിന്നെ ചോദിക്കുന്ന ചോദ്യമാണ്, അതേപോലെ തന്നെ ക്രിസ്ത്യാനിനെയും കുറേ അതിൻ്റെ അകത്ത് അവഹേളിക്കുന്നുണ്ട്. നമ്മുടെ വിശ്വാസത്തെയൊക്കെ വളരെയധികം അപമാനിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ വിശ്വാസ സത്യങ്ങളെ വളച്ചൊടിക്കുന്ന രീതിയിൽ അതിൻ്റെ അകത്ത് കുറേ പരാമർശങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പരാമർശങ്ങളൊക്കെ വരുമ്പോൾ ഒരു ചോദ്യമാണ്, ഈ ക്രിസ്ത്യാനികൾ എന്താ പ്രതികരിക്കാത്തത്? ക്രിസ്ത്യാനിക്ക് നട്ടലില്ലേ? നിങ്ങളുടെ നട്ടലൊക്കെ എവിടെ പോയെന്നൊരു ചോദ്യമാണ്. അപ്പോൾ നമ്മൾ പ്രതികരിക്കണം. പക്ഷെ നമ്മളുടെ പ്രതികരണം ഈ ലോകത്തിലുള്ള പ്രതികരണങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. നമ്മൾ പ്രതികരിക്കുന്നത് ഈ ലോകത്തിലെ മനുഷ്യരെ പോലെ നമ്മുടെ അധികാരമോ ശക്തിയോ അല്ലെങ്കിൽ വാളോ വടിയോ എടുത്തിട്ടല്ല നമ്മൾ പ്രതികരിക്കും. നമ്മുടെ പ്രതികരണത്തിൻ്റെ ആയുധം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. ഇത് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പുകൾ. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ഇതെല്ലാം അടയാളങ്ങളും മുന്നറിയിപ്പുകളുമാണ്. കാരണം നമ്മുടെ കർത്താവ് വളരെ കൃത്യമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇന്ന പോലെ കാര്യങ്ങളൊക്കെ അവസാന നാളുകളിൽ സംഭവിക്കും. അപ്പോൾ ഈ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ ആഴത്തിൽ മനസ്സിലാക്കാനുള്ള, നീ എന്ത് വിശ്വസിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ നിന്നോട് തന്നെ ചോദിക്കേണ്ട സമയമാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ വചനത്തിൻ്റെ പൂർത്തീകരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് വളരെ കൃത്യമായിട്ട് ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ലോകത്തിൽ എന്തെല്ലാം സംഭവിക്കാൻ പോകുന്നു എന്ന് കൃത്യവും വ്യക്തമാക്കി എഴുതിയ ഏക പുസ്തകമാണ് നിന്റെ വീട്ടിലേക്ക് വിശുദ്ധ ബൈബിൾ. ഇതിൻ്റെ താഴങ്ങളിലേക്ക് ഇറങ്ങേണ്ടതിൻ്റെ സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇതെല്ലാം നമുക്കുള്ള മുന്നറിയിപ്പാണ്. അതുപോലെ ഇതിൽ വിശ്വസിച്ച് ജീവിക്കുന്ന, ഇതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന മക്കൾക്കുള്ള ഒരു അടയാളമാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ ഓർത്ത് അസ്വസ്ഥരാകേണ്ട കാര്യമില്ല. രണ്ട്, നമുക്ക് വളരെ വേദനിക്കുന്നൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സഭയാകട്ടെ, സഭയെ നയിക്കുന്നവരായാലും നമ്മുടെ ഗുരുക്കന്മാരായാലും നമ്മുടെ പ്രഘോഷകരെയും, നമുക്ക് പലർക്കും ഇതിനെക്കുറിച്ചൊന്നും ഒരു അവബോധമില്ല എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ ഏറ്റവും വേദനാജനകമായ കാര്യം. ഒരു പരിധിവരെ നമ്മളതിനോട് പ്രതികരിക്കുന്നില്ല. രണ്ട്, നമ്മളതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. സംസാരിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് എന്ത് സംഭവിക്കുന്നത് അറിഞ്ഞുകൂടാ. എങ്കിലും we are aware of what is happening in this world. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, കർത്താവ് പറഞ്ഞതുപോലെ മത്തായി സുവിശേഷം 24 നമ്മൾ പറഞ്ഞിരിക്കും, അവസാന കാലഘട്ടങ്ങളിലേക്ക് എത്തുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംഭവിക്കും.
അപ്പോൾ നിങ്ങൾ യുദ്ധങ്ങളെപ്പറ്റി കേൾക്കും. മത്തായി 24:6 അവയെപ്പറ്റിയുള്ള കിംവദന്തികളും. എന്നാൽ നിങ്ങൾ അസ്വസ്ഥരാകരുത്, കാരണം ഇതെല്ലാം സംഭവിക്കേണ്ടതാണ്. എന്നാൽ ഇനിയും അവസാനമായിട്ടില്ല. ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും ഉണർന്നെഴുന്നേൽക്കും. ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിൽ ഉണ്ടാകും. ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭം മാത്രമാണ്, അല്ലേ? രാജ്യങ്ങൾക്കെതിരായിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ രൂപപ്പെട്ട് വരുന്നുണ്ട്. നമ്മൾ ഇതെല്ലാം കണ്ടു നമുക്കറിയാം. ഈ വചനം സത്യമാണ്. ആകാശം മാറ്റപ്പെട്ടേക്കാം, ഭൂമി മാറ്റപ്പെട്ടേക്കാം, പക്ഷെ എൻ്റെ വചനത്തിന് മാറ്റമില്ല. മാറ്റമില്ലാത്ത വചനം, ദ വൺ ആൻഡ് ദ ഓൺലി ട്രൂത്ത് ഇൻ ദിസ് വേൾഡ്. ഈ നിത്യസത്യത്തെ ആഴത്തിൽ മനസ്സിലാക്കുക. ഇത് നമുക്കുള്ള മുന്നറിയിപ്പാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, ഈ ചിത്രത്തിൻ്റെ പശ്ചാത്തലം. ഞാൻ അതിൻ്റെ അകത്തെ കഥാപാത്രങ്ങളെയോ ഇവരെയൊന്നും പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ചിത്രം എന്താണെന്ന് എമ്പുരാൻ എന്ന് പറഞ്ഞൊരു ചിത്രമാണ്, നമുക്കറിയാം. അപ്പോൾ അത് വന്നപ്പോൾ തന്നെ തമ്പുരാനെതിരായിട്ട് പറയുന്നതാണ്. അങ്ങനെ നമുക്ക് ആരൊക്കെ പറയും, അങ്ങനെ ഭയങ്കര വൈകാരികമായിട്ട് നമ്മളറിയാം. പക്ഷേ ഇത് തമ്പുരാനെതിരായിട്ടൊന്നുമല്ല. അതൊക്കെയാണ് അതിനകത്തുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ വളരെ ആഴത്തിലുള്ള വളരെ ചില കാര്യങ്ങളാണ് അവരതിൽ പ്രതിപാദിക്കുന്നത്. അപ്പം ഇതിനെക്കുറിച്ച് ക്രിസ്ത്യാനിയായ നിനക്ക് എന്ത് അവബോധമുണ്ടെന്നുള്ളതാണ് ഈ ചിത്രം നമ്മളോട് ചോദിക്കുന്ന ചോദ്യം. ഈ ചിത്രം കണ്ടതുകൊണ്ട് ഇപ്പോൾ ഭൂമി ഇടിഞ്ഞു വീഴുമൊന്നുമില്ല, കുമ്പസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. But are you aware of what your Lord has spoken to you 2000 years back is what is happening now? നിന്റെ കർത്താവ് നിന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിന്റെ കൺമുമ്പിൽ സംഭവിക്കുമ്പോൾ 2000 വർഷം മുമ്പ് കാൽവരി മലയിൽ 3 ആണിമേൽ നിന്റെ കർത്താവ് പരിപൂർണ്ണ നഗ്നനായി അവിടെ കിടന്ന് മരിക്കുമ്പോൾ അവൻ ഏൽ ഏൽ ലാ സബക്താനി എന്ന വാക്ക് പറഞ്ഞപ്പോൾ അന്നത്തെ യഹൂദന്മാർ പറഞ്ഞു, ഏലിയ വരുമോ എന്ന് നോക്കാമെന്ന്. എന്നാൽ വീണ്ടും അവൻ പറയുകയാണ്, എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? ഈ വാക്കുകൾ കേട്ടപ്പോൾ അന്നത്തെ യഹൂദന്മാർ പറഞ്ഞു, ഇവൻ ദൈവം എല്ലാവരും രക്ഷിക്കാൻ വന്നവനാണ്, ഇവന് തന്നെ രക്ഷിക്കാൻ പറ്റുന്നില്ല. നീ ദൈവപുത്രനാണെങ്കിൽ ഇറങ്ങി വാടാ, തെളിയിക്കടാ. നീ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ തെളിയിക്കടാ എന്ന് പറഞ്ഞ ഒരു വാക്യം 2000 വർഷം മുമ്പ് കാൽവരി മലയിലുണ്ടായിരുന്നു. അപ്പോൾ അന്ന് അവിടെ ദൈവം തെളിയിക്കാൻ പോയില്ല. ഇന്നും ചിലപ്പോഴൊക്കെ ആൾക്കാർ ചോദിക്കും, ക്രിസ്ത്യാനി നീ എന്താണ് ഇതിനോടൊന്നും പ്രതികരിക്കാത്ത? എൻ്റെ ദൈവം അങ്ങനെ പ്രതികരിച്ചിട്ടില്ല. കാരണം അവൻ സ്നേഹമാണ്. സ്നേഹം എന്താണെന്നും ദൈവം എന്താണെന്നും നമ്മൾ മനസ്സിലാക്കുന്ന കാൽവരി മലയിലാണ്. അന്ന് വരെ ഉണ്ടായിരുന്ന ദൈവസങ്കല്പങ്ങൾ എന്താണ്? ദൈവസങ്കല്പം ശത്രുവിനെ നിഗ്രഹിക്കുക, വീരകൃത്യങ്ങൾ ചെയ്യുക, സർവശക്തി കാണിക്കുക. എന്നാൽ കാൽവരി മലയിൽ ഈ ശക്തി പ്രഭാവമോ ശത്രുവിന്റെ നിഗ്രഹമോ വീരപ്രവൃത്തികളൊന്നും നമ്മൾ കാണുന്നില്ല. അങ്ങനെ ലോകത്തിന് മുമ്പിൽ അന്ന് വരെ ഉണ്ടായിരുന്ന എല്ലാ ദൈവിക സങ്കല്പങ്ങളും യേശു എന്ന സത്യദൈവത്തിന് മുമ്പിൽ തവിടുപൊടിയായി തീരുകയാണ്. കാരണം ദൈവം സ്നേഹമാണ്. 2, ദൈവത്തിൻ്റെ ശക്തി ദൈവം പ്രകടമാക്കുന്നത് അത് കഴിവില്ലാത്തവരെ മെക്കെട്ട് കയറിയിട്ടല്ല, അത് ലോകത്തിൻ്റെ നിയമമാണ്. നമ്മളെക്കാൾ ബലഹീനരായവരെ നമ്മുടെ ശക്തി കൊണ്ട് കീഴ്പ്പെടുത്തുക, അത് ലോകത്തിലെ തത്വജ്ഞാനികൾ ഉണ്ടാക്കിയ അവരുടെ ബുദ്ധിയിലുണ്ടാക്കിയ ദൈവസങ്കല്പമാണ്. എന്നാൽ യഥാർത്ഥ ദൈവം ഭൂമിയിലേക്ക് വന്നപ്പോൾ അവനോട് ശക്തി കാണിക്കുന്നത് തന്നെ കുത്തിയവരോടും തന്നെ അപമാനിച്ചവരോടും തന്നെ പരിഹസിച്ച കുരിശിൽ തറച്ചവരോടും കരുണ കാണിച്ചു, അവനെ സുഖപ്പെടുത്തി, അവൻ്റെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ അവരെ വീണ്ടെടുത്തുകൊണ്ട് സ്നേഹമാണെന്ന് തെളിയിച്ചൊരു ദൈവമാണ്. അവിടെ എല്ലാ മതങ്ങളിലെയും ദൈവസങ്കല്പങ്ങൾ തവിട് പൊടിയായി പോയൊരു സങ്കല്പമുണ്ട്. പക്ഷേ അന്ന് യഹൂദ ജനത്തിനോടും ഫരിസേയന്മാർ ചോദിച്ചു, നീ ദൈവമാണെങ്കിൽ ഇറങ്ങി വരാൻ പറഞ്ഞു. പക്ഷേ ആ കുരിശിലെ ബലി, എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്നുള്ള വാക്യം 22-ാം സങ്കീർത്തനത്തിൻ്റെ ആദ്യ വാക്യമാണ്. ആ വാക്കുകൾ അവൻ ദൈവമാണ് എന്ന് തിരിച്ചറിയുവാൻ, അതായത് നിന്റെ പുസ്തകത്തിൽ മോശയുടെ നിയമപ്രകാരം പഴയ നിയമ പുസ്തകത്തിലെ സങ്കീർത്തനത്തിൽ 22-ാമത്തെ അധ്യായത്തിൻ്റെ വാക്കുകളാണ് അവൻ ഉച്ചരിക്കുന്നത്. കാരണം അന്ന് യഹൂദന്മാര് വായിക്കും, നമ്മുടെ പോലെ സങ്കീർത്തനം 22 എന്ന് പറഞ്ഞിട്ടില്ല. സങ്കീർത്തനത്തിൻ്റെ ആദ്യ വഴി വായിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ആ സങ്കീർത്തനം എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. ഇപ്പം നമ്മൾ 23-ാം സങ്കീർത്തനം വരെ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. എന്നാൽ അവർ എണ്ണം ഇട്ടിട്ടല്ല സങ്കീർത്തനം പഠിച്ചുകൊണ്ടിരുന്നത്. കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നും കുറവുണ്ടാവുകയില്ല. ആ വാക്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാവർക്കും അറിയാം. പച്ചയ പുൽമേടുകൾ അവിടെ തന്നെ നയിക്കുന്നു, പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടെ നയിക്കുന്നു, അവിടെ എനിക്ക് ഉന്മേഷം നൽകുന്നു. ആ സങ്കീർത്തനം മുഴുവൻ അവർക്കറിയാം.
കാരണം സങ്കീർത്തനം എന്തിനെ കുറിച്ചാണ് പറയുന്നത് എല്ലാവർക്കും അറിയാം. എന്ന് പറയുന്ന പോലെ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു. അത് 22-ാം സങ്കീർത്തനം ആരംഭിക്കുന്നത് അങ്ങനെയാണ്. ഇതെന്താണ്? മിശിഹ. ഇത് ദാവീദിന്റെ പുസ്തകമല്ല, ദാവീദ് എഴുതിയ സങ്കീർത്തനമല്ല. പിന്നെ താഴത്തോട്ട് നമ്മൾ വരുമ്പോൾ യേശുവിന്റെ കുരിശു മരണത്തെ കുറിച്ച് വളരെ കൃത്യമായ സങ്കീർത്തനം എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പൊ അവിടെ അവന്റെ കൈകാലുകൾ കുത്തിത്തുളച്ചു, അവനെനിക്ക് ചുറ്റും വട്ടമിട്ട് നടന്നു, അവരെന്റെ വസ്ത്രത്തിന് കുറിയിട്ടു, അല്ലേ, എൻ്റെ നാവ് അണ്ണാക്കിൽ ഒട്ടിപ്പോയി, അല്ലേ, അങ്ങനെ വിശക്കുന്നവനായി കാണുന്നു, ദാഹിക്കുന്നവനായി കാണുന്നു. ഇതെല്ലാം കൃത്യമായി മിശിഹായെ കുറിച്ച് എഴുതി വച്ചിരുന്നു. ഈ എഴുതി വച്ചിരുന്നത് സാധ്യമാകുന്നു, പ്രാവർത്തികമാകുന്നു. ഇറ്റ് ഈസ് ബീൻ ഫുൾഫിൽഡ് ഇൻ ക്രൈസ്റ്റ്. ഇത് മനസ്സിലാക്കി യഹൂദ, ഫരിസേയ, പുരോഹിതന്മാരെ നിങ്ങൾ വിശ്വസിക്കണമായിരുന്നു. ഇവൻ ക്രിസ്തുവാണെന്ന് വിശ്വസിക്കാനുള്ള അടയാളമായിരുന്നു അന്നത്തെ ആ കുരിശിന്റെ ബലി. എന്നാൽ അന്ന് മനുഷ്യർ വിചാരിച്ചു ഇവൻ ചാടി വന്ന് തെളിയിക്കണം ദൈവമാണ്. അല്ല, ഈ വാക്കുകൾ കേട്ട് ഈ കുരിശിൽ കിടക്കുന്ന അവസ്ഥ മനസ്സിലാക്കി 22-ാം സങ്കീർത്തനത്തിൽ യേശുക്രിസ്തു മരിക്കുന്നതിന് 1000 വർഷം എഴുതപ്പെട്ട ഈ സങ്കീർത്തനം ദാവീദ് എഴുതിയ ദാവീദിനെ കുറിച്ചല്ല. കാരണം ദാവീദ് ഒരിക്കലും തഴയപ്പെട്ടിട്ട്, ദാവീദ് ഒരിക്കലും കൈകാൽ കുത്തി തുറക്കപ്പെട്ടിട്ടില്ല, ദാവീദ് ഒരിക്കലും വേട്ടപ്പട്ടികളെ പോലെ ചുറ്റും വേട്ടയാടപ്പെട്ടിട്ടില്ല, അവൻ്റെ കൈകാലിൽ കുത്തി തുളയ്ക്കപ്പെട്ടിട്ടില്ല, അവൻ്റെ നാക്ക് അണ്ണാക്കിൽ ഒട്ടിപ്പോയിട്ടില്ല, അവൻ്റെ വസ്ത്രത്തിന് വേണ്ടി ആരും കുറിയിട്ടിട്ടില്ല. സോ ഇത് ദാവീദിനെ കുറിച്ചല്ല എന്ന് എല്ലാ യഹൂദനറിയാം. അപ്പൊ അത് വരാനിരിക്കുന്ന മിശിഹായെ കുറിച്ചാണ്. ആ മിശിഹ കുരിശിൽ കിടന്ന് ഈ വാക്ക് പറയുമ്പോൾ ശ്രദ്ധിക്കണമായിരുന്നു. എന്താണ് ശ്രദ്ധിക്കേണ്ടത്? He is the Messiah. അന്ന് they missed him. ഇന്നും again it is a sign from heaven. ഈ ചിത്രങ്ങളൊക്കെ സ്വർഗത്തിൽ നിന്ന് അടയാളങ്ങളാണ്. എന്ത്? യേശുക്രിസ്തുവിന്റെ 2ാമത്തെ വരവിന് മുമ്പ് ഇതെല്ലാം സംഭവിക്കുമെന്നുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി കർത്താവ് എഴുതി വെച്ചിട്ടുണ്ട്. അല്ലയോ ക്രിസ്ത്യാനി, ലോകത്തിലെ സകല മതത്തിലുള്ള മക്കളെ, നിനക്കുള്ള അടയാളമാണിത്. കാരണം വിശുദ്ധ ഗ്രന്ഥം നീ ഇന്നുവരെ സുവിശേഷം കേട്ടിട്ടില്ലെങ്കിൽ വായിക്കുക. ബൈ 1 copy and read this book. സമയം അടുത്തുകൊണ്ടിരിക്കുക. നിന്റെ ആത്മരക്ഷ, അന്ത്യവിധി എന്നുള്ള സമയം തരാൻ പോവാണ്. ഈ ലോകത്തിൽ നീ ചെയ്ത നിന്റെ വിശ്വാസം എന്താണ്, നിന്റെ പാപത്തിനുള്ള, നിന്റെ പ്രവൃത്തികൾക്കുള്ള കണക്ക് കൊടുക്കേണ്ട ദിവസം വരണം. നീ ഏത് മതത്തിൽപ്പെട്ടവനാണ്, നീ ഹിന്ദുവോ മുസ്ലിമോ സിക്കോ അതോ നിരീശ്വരോ യാതായാലും, നിനക്ക് ഈ ഭൂമിയിൽ നൽകിയ അവസരത്തിന്, നിനക്ക് തന്ന സാധ്യതകൾക്ക്, നിന്നെ ഭരമേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾക്ക് കണക്ക് കൊടുക്കേണ്ട ദിവസം എത്തിക്കൊണ്ടിരിക്കുക. അതെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതെത്തുന്നതിന് മുൻപ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഭവിക്കും. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? ഇത് വന്ന ഉടനെ നമ്മൾ വാളെടുത്ത് വെട്ടാനൊന്നും പോകുന്നില്ല. യേശുക്രിസ്തുവിനെ പിടിക്കാൻ വന്നപ്പോൾ, ഇതേപോലെ യേശുവിനെ പിടിക്കാൻ വന്നപ്പോൾ പത്രോസ് വാളെടുത്ത്, അന്ന് പത്രോസിന് കർത്താവ് പറഞ്ഞു, വാളെടുക്കേണ്ട മോനെ, ഇത് ദൈവം അനുവദിച്ചതാണ്. ദിസ് ഈസ് അലൗഡ് ബൈ ഹെവൻ. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് നമുക്ക് വളരെ കൃത്യമായ അടയാളമാണ്. വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ നമ്മളോട് പറഞ്ഞൊരു വാക്യം ഓർക്കുകയാണ്, ഇപ്പോഴും ഓർക്കുകയാണ്. We are now standing in the face of the greatest historical confrontation humanity has ever experienced. ഇന്നുവരെ മനുഷ്യകുലം കണ്ടിട്ടില്ലാത്ത ഒരു കണ്ടെത്തൽ, അല്ലെങ്കിൽ ഒരു കുട്ടിമുട്ടൽ, അല്ലെങ്കിൽ ഒരു യുദ്ധം, അതിനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്നിട്ട് പറയാണ്, we are now facing the final confrontation between the church and the anti-church, gospel and the anti-gospel, Christ and anti-Christ. ഏതാണ് കൺഫ്രണ്ടേഷൻ? വിശുദ്ധ ബൈബിളിനെതിരായിട്ടുള്ള വാക്യങ്ങൾ അല്ലെങ്കിൽ പ്രചരണങ്ങൾ, ബൈബിളിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിക്കപ്പെടുന്ന കാലഘട്ടം എത്തിയിരിക്കുകയാണ്. പണ്ടേ ഉണ്ടായിരുന്നു, ഇപ്പോൾ വളരെ ശക്തമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സഭ, ക്രിസ്തുവിന്റെ സഭ. ഏതാണ് ക്രിസ്തുവിന്റെ സഭ? There is only one church in this world. That is the one and only apostolic, universal, Catholic church. പെന്തക്കോസ്തക്കാരൊക്കെ ഉൽപ്രാവണം, അല്ലെങ്കിൽ അപ്പാരിഷൻസ്, അല്ലെങ്കിൽ അവർ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന സമയം കാത്തിരിക്കുന്നവരാണ്. പൊന്നു സഹോദരങ്ങളെ, ഇറ്റ് വിൽ നോട്ട് ഹാപ്പൻ. ഇറ്റ് വിൽ നോട്ട് ഹാപ്പൻ. അങ്ങനെ ഒരു ഉയർപ്പിക്കലില്ല. സഭയെക്കുറിച്ച്, ഈ കാലഘട്ടങ്ങളെക്കുറിച്ച് കർത്താവ് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മത്തായി സുവിശേഷം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ട് സഭ പീഡിപ്പിക്കപ്പെടും, വളരെ കൃത്യമായിട്ട് കർത്താവ് പറഞ്ഞിട്ടുണ്ട്.
അവഹേളിക്കപ്പെടും. കാരണം മണവാളൻ അവഹേളിക്കപ്പെട്ടതുപോലെ മണവാട്ടി അവസാന കാലങ്ങളിൽ അവഹേളിക്കപ്പെടും. എന്നിട്ട് പറയാണ്, ഇത് ലേറ്റ് നോവിൻ്റെ ആരംഭം മാത്രം. അവർ നിങ്ങളെ പീഡനത്തിന് ഏൽപ്പിച്ചു കൊടുക്കും, അവർ നിങ്ങളെ വധിക്കും, എൻ്റെ നാമനിമിത്തം സർവ്വജനങ്ങളെ നിങ്ങളെ ദ്വേഷിക്കും, അനേകർ വിശ്വാസം ഉപേക്ഷിക്കുകയും പരസ്പരം ഒറ്റിക്കൊടുക്കുകയും ദ്വേഷിക്കുകയും ചെയ്യും. നിരവധി വ്യാജ പ്രവാചകന്മാർ പ്രത്യക്ഷപ്പെട്ട് അനേകരെ വഴിതെറ്റിക്കും. ഇതെല്ലാം ക്രിസ്തുവിൻ്റെ മണവാട്ടി, അതാണ് സഭ എന്ന് പറയുന്നത്. ഇത് പീഡനം നടക്കുമ്പോൾ ക്രിസ്തു നിനക്ക് വേണ്ടി 2000 വർഷം പീഡനങ്ങൾ ഏറ്റപ്പോൾ അന്ന് അവൻ മുകളിലോട്ട് ഓടിപ്പോയില്ല. ഈ കൺഫ്രണ്ടഡ് ഇറ്റ്, അവനതിനെ നേരിട്ടു. ആ പീഡനങ്ങളെ, പാപത്തിൻ്റെ ഫലമായുണ്ട സകല ദുരിതങ്ങളെ അവൻ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്ത് അവൻ മരണത്തെ കീഴ്പ്പെടുത്തി. എങ്ങനെ? മരണത്തെ പരിഗ്രഹിച്ചുകൊണ്ട്, ഭയന്നോടിയില്ല. ഇന്ന് നമ്മൾ എന്തിനാണ് മേപ്പോട്ട് പോകുന്നത്? റാപ്ചർ, റാപ്ചർ. ഏത് റാപ്ചറെ കുറിച്ച്? ആർ യു അഫ്രൈഡ് ടു ഫേസ് ദ ട്രൂത്ത്? നിങ്ങൾ ഏത് സുവിശേഷമാണ് പറയുന്നത്? അല്ലെങ്കിൽ പെന്തക്കോസ്തക്കാരെ, സഭക്കാരെ, അങ്ങനെ ഒരു റാപ്ചർ ഇല്ല. We are preparing for the final confrontation between the church and the anti-church, between the gospel and the anti-gospel, and between the Christ and the antichrist. Are you ready for it? Mahanaya, the great John Paul II, what he said is this: we must be prepared to undergo great trials in the near future. നമ്മൾ വലിയ പീഡനത്തിനും ദുരിതങ്ങളും ഫേസ് ചെയ്യാൻ, നമ്മൾ അതിജീവിക്കാൻ അല്ലെങ്കിൽ നേരിടാൻ നമ്മൾ ഒരുങ്ങണം. ഇതാണ് ഈ കാലഘട്ടത്തിൽ ധ്യാന ഗുരുക്കന്മാർ പ്രസംഗിക്കേണ്ടത്. വിസ കൊടുക്കുക, ഉടമ്പടി എടുക്കുക, കാര്യം സാധിക്കുക, വീട് പണിയുക, ജപ്തി നോട്ടീസ് മാറ്റുക, അതല്ല ഈ കാലഘട്ടത്തിന് സുവിശേഷം. You need to preach the true gospel. അപ്പോഴാണ് ഈ കാര്യങ്ങൾ കൺമുമ്പിൽ കാണാൻ സാധിക്കും. Prepare the church to face this challenge. അതാണ് സഭയിൽ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ മാർപ്പാപ്പ പറയാണ്, we must be prepared to undergo great trials in the near future. Trials that require, ആ ട്രയൽ എന്തിനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? The trial that require ready to give up our lives as a total gift of self to Christ and for Christ. ഇന്ന് വരെ നിന്റെ ജീവിതം നീ ക്രിസ്തുവിന് സമർപ്പിച്ചിട്ടില്ലേ? You are on the danger line. ഇത്ര അടയാളങ്ങള് മുൻകൂട്ടി കർത്താവ് പറഞ്ഞിട്ട് ഇപ്പോഴും നീ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയിട്ടില്ലെങ്കിൽ, നീ നിന്റെ ജീവിതം സ്വാർത്ഥ താല്പര്യങ്ങൾ, യു സ്റ്റിൽ ലവ് യുവർ സെൽഫ്, നിന്റെ സ്വന്തം താല്പര്യങ്ങൾ, ലോകമോഹങ്ങൾ, അധികാരങ്ങൾ, ഈ ലോകത്തിലെ സുഖഭോഗങ്ങൾ മുഴുകി കിടക്കുന്നതിനാണോ നിനക്കുള്ള വാണിംഗ് ആണ് എമ്പുരാൻ. അത് നമ്മളെ പേടിപ്പിക്കാനുള്ളതല്ല. ഇറ്റ് ഈസ് ഹാപ്പനിങ് എന്ന് കർത്താവ് ഒരിക്കൽ കൂടി പറയാം. വിശ്വാസത്യാഗമുണ്ടാകും. വിശുദ്ധ ഗ്രന്ഥത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിച്ചു തുടങ്ങും. അതുകൊണ്ട് ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു അടയാളമാണ്. നീ നിന്റെ ജീവിതം ക്രിസ്തുവിന് കൊടുത്തിട്ടുണ്ടോ? ക്രിസ്തുവിന് ജീവിതം സമർപ്പിച്ചവന് അത് ക്രിസ്തുവിനെ പ്രതി നഷ്ടപ്പെടുത്താനുള്ള മഹാഭാഗ്യത്തിൻ്റെ സമയമാണ്. നമ്മളെ സംബന്ധിച്ചത് അയ്യോ ഇതെന്താ സംഭവിക്കുന്നത്? സഭ കത്തോലിക്ക വിശ്വാസം, ക്രിസ്തീയ വിശ്വാസത്തിനെതിരെ സംഭവിക്കും. ക്രിസ്ത്യാനികൾ എന്താ നട്ടലില്ലാണ്ടിരിക്കണമല്ല. We know it is going to happen. We are ready to face it. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ശക്തി, ആധിപത്യ, അധികാരവും വടിയും വാളും എടുത്തിട്ടല്ല നമ്മൾ ഫേസ് ചെയ്യണത്. We face it in love. We love you because our God loves you. നീ ദൈവത്തിൻ്റെ പുത്രനാണ്. അന്ന് യേശു ക്രിസ്തു പറഞ്ഞ അതേ വാക്യം തന്നെ നമുക്കും പറയാനുള്ളൂ. പിതാവേ, ഇവർ ചെയ്യുന്ന എന്താണെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാ, ഇവരോട് ക്ഷമിക്കണമേ. അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്നതാണ്. അറിവില്ലായ്മ ദൈവം ക്ഷമിക്കും. എന്നാൽ ഈ മലയാള സിനിമയിലുള്ള all the directors, all the actors, all belong, 90% belongs to one sect. ഇതറിയാണ്ട് ചെയ്തതാണെന്ന് വിചാരിക്കുന്നില്ല. എങ്കിലും we pray, forgive them Lord. സഭ ആദ്യത്തെ രക്തസാക്ഷി സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് താഴെയിട്ടപ്പം, സ്തേഫാനോസ് രക്തത്തിൽ കുളിച്ച സ്തേഫാനോസ്, പൗലോസ് സാവൂൾ എന്നൊരു മനുഷ്യൻ്റെ കാൽച്ചുവട്ടിലാണ് അന്ന് എല്ലാവരും കല്ലെറിയുന്ന എല്ലാവരും അവരുടെ തലപ്പാവും പുറം കുപ്പായെല്ലാം അടക്കി വെച്ചിരുന്നു. എന്നിട്ട് കല്ലെറിഞ്ഞ് കഴിഞ്ഞ് സ്തെഫാനോസിനെ എറിഞ്ഞ് കൊല്ലുമ്പോൾ സ്തെഫാനോസ് മുട്ടമേൽ നിന്ന് രക്തമൊലിക്കുന്ന സ്തെഫാനോസ് കണ്ണുകളുയർത്തി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പിതാവ് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാ, ഇവരോട് ക്ഷമിക്കണമേ. ഈ പ്രാർത്ഥനയുടെ ഫലമാണ് അവിടെ നിന്ന് സാവൂൾ എന്നൊരു മനുഷ്യൻ അവൻ പൗലോസായിട്ട് മാറി. ഈ കാലഘട്ടങ്ങളിൽ വലിയ മാനസാന്തരങ്ങൾ ഉണ്ടാകണം.
ഇതാണ് ക്രിസ്ത്യാനി. നമ്മളൊരു തലവെട്ടാനും ഇവരെ ബാൻ ചെയ്യാനും ഇവരെ അടിക്കാനും പിടിക്കാനും നല്ല പോണ്ടേ. വി മസ്റ്റ് പ്രേ. ഇത് പ്രാർത്ഥനയുടെ സമയമാണ്. അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്ന, അറിവില്ലായ്മയാണോ അറിഞ്ഞിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ നമ്മൾ സ്റ്റിൽ വി ബിലീവ് അറിവില്ലായ്മ കൊണ്ടാണ്. കാരണം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത് നിനക്ക് നാശമാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നത് എങ്ങനെ? അറിയാതെ ചെയ്യുമ്പോൾ, അവൻ പഴയ നിയമത്തിൽ അങ്ങനെയാണ് നിയമം പറയുന്നത്, അവനെ പാളയത്തിന് പുറത്ത് 7 ദിവസം മാറ്റി താമസിപ്പിക്കുക. അറിയാതെ ഒരു കൊലപാതകം ചെയ്ത് കഴിഞ്ഞാൽ, ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. എന്നാൽ അറിഞ്ഞുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ യു മസ്റ്റ് എക്സിക്യൂട്ട് ഹിം, യു മസ്റ്റ് കിൽ ഹിം. ഇതാണ് നിയമം. അതുകൊണ്ട് ദൈവം കർത്താവായ യേശുക്രിസ്തു വന്ന് യഹൂദന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അറിയാതെ ചെയ്തു പോയതാണ്. Forgive them, Lord. ഇരുമ്പാണിയേൽ തൊഴിക്കരുത്. All the famous actors and directors and producers, ഇരുമ്പാണിയെ തൊഴിക്കരുത്. അത് നിങ്ങൾക്ക് നല്ലതല്ല. It has happened. Okay, right now സംഭവിച്ചത് സംഭവിച്ചു. God forgive them. കാരണം ഇതെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നതാണ്. നമ്മളെ സംബന്ധിച്ച് വളരെ കൃത്യമാണ് ഇതെല്ലാം എന്തുകൊണ്ട് സംഭവിക്കുന്നു. ഇത് എഴുതപ്പെട്ടിരിക്കുന്നതിൻ്റെ പൂർത്തീകരണം മാത്രമാണ്. നമുക്ക് സർപ്രൈസ് ഒന്നുമില്ല. കാരണം നമ്മുടെ കർത്താവിനെ 2000 വർഷം ഇതുപോലെ അവഹേളിച്ചതാണ്, പരിഹസിച്ചതാണ്, അവനെ കൊഞ്ഞനം കുത്തിയതാണ്. അതുകൊണ്ട് സഭ, ഇന്ന് കത്തോലിക്ക സഭ അല്ലെങ്കിൽ ക്രൈസ്തവ സഭ ഇതുപോലെ അവഹേളിക്കപ്പെടും. We are not afraid to face it. We are not ashamed of it. But we know it. ഇവിടെയാണ് സഭയിലെ മക്കളോട് ചോദിക്കുന്നത്, സഭയിലെ ഗുരുക്കന്മാർ ചോദിക്കുന്നത്, Are you aware of what is happening around you? ആ അവെയർനെസ് ഇല്ലാത്തത് വലിയ ദോഷമാണ്. ജ്ഞാനമില്ല. എന്താണ് സംഭവിക്കുന്നതെന്നും സഭാ മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം. അല്ലാണ്ട് ഇത് വെറുതെ ഒരു സിനിമയല്ല. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ മൂവി. ഇത് വളരെ പ്ലാൻഡ് ആയിട്ടുള്ള സംവിധാനമാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് സഭയ്ക്ക് മാത്രമുള്ളതല്ല, രാജ്യത്തിനെതിരായിട്ട് കൂടിയിട്ടുള്ള ശക്തിയാണ്. അതിനകത്ത് പൊളിറ്റിക്സ് ഒന്നുമല്ല. ഇറ്റ് ഈസ് പ്യുവർ ഈവിൾ. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ മൂവി. ഇത് വെൽ പ്ലാൻഡ് ആയിട്ടാണ്. ഇതിൻ്റെ പുറകിലെ രാഷ്ട്രീയമൊന്നുമല്ല. ഇത് പൈശാചിക ശക്തിയാണ്. തിരിച്ചറിയണം. എഫേസോസ് ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നതോടെ അവസാനമായി ഈ ശക്തി എങ്ങനെ നമ്മൾ നേരിടേണ്ടത്? വാളെടുത്തിട്ടല്ല. വി ആർ നോട്ട് ഫൈറ്റിംഗ് അഗൈൻസ്റ്റ് ഫ്ലഷ് ആൻഡ് ബ്ലഡ്. നമ്മൾ ഈ നേതാക്കന്മാർക്ക്, ഈ ആക്ടേഴ്സിനും ഡയറക്ടേഴ്സിനും എതിരായിട്ടൊന്നുമല്ല നമ്മൾ യുദ്ധം ചെയ്യേണ്ടത്. അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തിയുണ്ട്. യേശുക്രിസ്തുവിനെ തല്ലിക്കൊന്ന് കുരിശിൽ തേറ്റിയത് റോമ പടയാളികളാണ്. അതിന് ആ വിധിവ്യാചകം നടത്തിയത് പീലാത്തോസാണ്. അതിൻ്റെ പുറകിൽ ചുക്കാൻ പിടിച്ചത് യഹൂദ പ്രമാണികളാണ്. ഒരു ഞൊടിക്കൽ ഞൊടിച്ചിരുന്നെങ്കിൽ റോമ സാമ്രാജ്യവും സീസറും പീലാത്തോസും യഹൂദന്മാരും അറബിക്കടലിൽ കിടക്കുമായിരുന്നു. പക്ഷേ ഹീ ന്യൂ, ഞാൻ യുദ്ധം ചെയ്യുന്നത് നിങ്ങൾക്കെതിരായിട്ടല്ല. ദർ ഇസ് എ വാർ ബിറ്റ്വീൻ ഗാഡ് ആൻഡ് ഈവിൾ. മനുഷ്യനും നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പൗലോസ് വളരെ കൃത്യമായിട്ട്, ക്രിസ്ത്യാനിക്ക് നട്ടലില്ലാത്തതുകൊണ്ടല്ല നമ്മൾ പ്രതികരിക്കാത്തത്. You guys don't know the war is between, not because you, RSS ഓ IS അല്ലെങ്കിൽ മുസ്ലിങ്ങളോ ക്രിസ്ത്യാനിയോ തമ്മിലുള്ള ഇതല്ല, അല്ലെങ്കിൽ BJPയും കോൺഗ്രസും തമ്മിലുള്ള യുദ്ധമല്ല. ഇത് യുദ്ധം എന്ന് പറയുന്ന വചനത്തെക്കുറിച്ച് വചനം പറയുകയാണ്. എന്താണ്? നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. അതുകൊണ്ട് വി ആർ നോട്ട് ഫൈറ്റിംഗ് അഗൈൻസ്റ്റ് ഫ്ലഷ് ആൻഡ് ബ്ലഡ്. നമ്മുടെ കർത്താവ് റോമാക്കാരെ യഹൂദന്മാരെ ഒന്നും ശാസിച്ചില്ല, കൊന്നില്ല. എന്ന് സുഖമായിട്ട് ചെയ്യാമായിരുന്നു. ഞാനൊന്ന് ഞൊടിച്ചു കഴിഞ്ഞാൽ അനേകവൃന്ദം മാലാഖമാർ എൻ്റെ ദൈവം അയക്കും. ദ ഗ്രേറ്റ് ആർമി ഓഫ് ഹെവൻ ഇസ് ത്രോ അവേ ദ എംപയർ, ദ റോമൻ എംപയർ. അത്രേ ഉള്ളൂ. പക്ഷേ കർത്താവിനറിയാം അതല്ല, അത് വിജയമല്ല, അത് ശാശ്വതമായ വിജയമല്ല. ശാശ്വതമായ വിജയം അവൻ കുരിശിൽ മരിക്കുന്നത് വഴിയാണ്. ആ ബലി അർപ്പിക്കപ്പെടുന്നത് വഴി സാത്താൻ്റെ സാമ്രാജ്യം തകർക്കപ്പെടുകയാണ്. എങ്കിലും അന്ന് തകർക്കപ്പെട്ടെങ്കിലും സാത്താന് ദൈവം ഒരു അവസരം കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ അവസാന കാലഘട്ടങ്ങൾ എന്ന് പറയുന്നത്. പത്രോസ് ശ്ലീഹയുടെ ഭാഷയിൽ പറയുമ്പോൾ നമ്മൾ പത്രോസ് ലേഖനത്തിൽ പറയണം, ഇനി സമയം വളരെ കുറച്ചേ ഉള്ളൂ എന്ന് പറയുന്നത്. സാത്താൻ അലറുന്ന സിംഹത്തെ പോലെ ഇറങ്ങുക. അവൻ്റെ സമയം എടുത്തുകൊണ്ടിരിക്കുന്ന ലക്ഷണങ്ങളാണ്. അത് നമ്മൾ പേടിക്കാനുള്ളതല്ല. ദ ഫൈനൽ ജഡ്ജ്മെന്റ് ഈസ് ഗോയിങ് ടു കം. അപ്പം അതിനു മുമ്പ് സാത്താന് കുറച്ച് കാര്യങ്ങൾ കാണിക്കാനുണ്ട്. ചില കാര്യങ്ങൾ കുറച്ച് പേരെ വഴിതെറ്റിക്കാനുണ്ട്, കുറച്ച് പേരെ മണ്ടന്മാരാക്കാനുണ്ട്. അത്രേ ഉള്ളൂ. ബട്ട് ആരെന്നുള്ള ചോദ്യമാണ്. അതിപ്പോഴും വചനമനുസരിച്ച് ജീവിക്കാതെ, യേശുക്രിസ്തുവിലെ രക്ഷ സ്വീകരിക്കാതെ, ഈ സുവിശേഷം കേട്ടിട്ടും കണ്ണടച്ചിരിക്കുന്ന പൊട്ടം കളിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കുള്ള വാണിംഗ് ആണിത്. ഇറ്റ് ഈസ് ഹൈ ടൈം ഫോർ യു ടു റിപ്പന്റ് ആൻഡ് കം ടു ദ ഗോസ്പൽ.
സുവിശേഷത്തിലേക്ക് വരണം. ഈ സുവിശേഷം നിങ്ങൾ കേൾക്കണം. നിന്റെ ആത്മരക്ഷയ്ക്കുള്ള അവസാന മണിക്കൂറുകളാണ്. അത് കഴിഞ്ഞാൽ നിന്റെ ആത്മാവ് എന്നേക്കുമായി നരകത്തിൽ പോകും. നീ ഏത് മതത്തിൽ വിശ്വസിച്ചാലും, നീ ഏത് ദൈവത്തിൽ വിശ്വസിച്ചാലും, നിന്റെ ആത്മരക്ഷയ്ക്ക് ഒരു നാമമേ ഉള്ളൂ. അത് യേശുക്രിസ്തുവിന്റെ ബലിയുടെ രക്തത്താൽ വഴി മാത്രമേ ഉള്ളൂ. നിന്റെ പാപങ്ങൾക്ക് മോചനം കിട്ടും. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, കർത്താവ് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് അറിഞ്ഞൂടെ, ഇവരോട് ക്ഷമിക്കണമേ. അപ്പം നമ്മൾക്ക് ഇവരോട് ആരോടും വിരോധമൊന്നുമില്ല. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇതുപോലെ വിഷം ചീറ്റിക്കൊണ്ട് അന്യായം, അക്രമം, അതിക്രമം ഇതെല്ലാം നമ്മുടെ മേൽ ചീറ്റപ്പെടും അവസാന നാളുകളിൽ. കാരണം നമ്മുടെ കർത്താവിനെ ഇതിനു മുമ്പ് 2000 കൊണ്ട് ചീറ്റിയിട്ടുണ്ട്. അന്ന് അവൻ അതിനെ കീഴടക്കി. എങ്ങനെയാണെന്നറിയാവോ? ഷേയുടെ പുസ്തകം 53:7 പറയുന്നത്, കൊല്ലാൻ കൊണ്ടുപോകുന്ന കോലാടിനെ പോലെ, രോമം കത്തിരിക്കുന്നതിന് മുമ്പിൽ ചെമ്മരിയാടിനെ പോലെ അവൻ നിശബ്ദനായിരുന്നു. അങ്ങനെ അവൻ എല്ലാ അതിക്രമങ്ങളെയും സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്ത് പിതാവായ ദൈവത്തിൽ സമർപ്പിച്ചു. അന്ന് ലോകം വിചാരിച്ച ലോകം കൊണ്ട് ഏറ്റവും വലിയ മണ്ടത്തരമാണെന്ന് വിചാരിച്ചു. ഇറ്റ് വാസ് നോട്ട് ഫൂളിഷ്നെസ്. അങ്ങനെ അവൻ ലോകത്തെ വീണ്ടെടുത്തു. അപ്പം നമുക്കും വഴി ഇത് തന്നെയാണുള്ളത്. എന്തിനുള്ള വഴിയാണ്? നമുക്ക് ഈ ലോകത്തെ വീണ്ടെടുക്കാൻ. അനേകം പാപികൾ, പാപത്തിനടിമത്തുള്ള മക്കൾക്ക് വീണ്ടെടുക്കാനുള്ള സമയമാണ്. ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളെ വീണ്ടെടുക്കാനുള്ള സമയമാണ്. നമ്മുടെ പേഴ്സണൽ സാങ്ക്ടിഫിക്കേഷനുള്ള സമയമാണ്. ഇതാണ് ഈ അടയാളങ്ങൾ സ്വർഗം നമുക്ക് തരുന്നത്. ഒന്ന് ഭയപ്പെടേണ്ട കാര്യമില്ല. പക്ഷെ വി നീഡ് ടു നോ വാട്ട് ഈസ് ഹാപ്പനിങ്. ഇതിൻ്റെ പുറകിൽ പറഞ്ഞ ശക്തിയെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ ഈ പാർട്ടികൾക്കോ വ്യക്തികൾക്കോ എതിരായിട്ട് നമ്മൾ യുദ്ധം ചെയ്യേണ്ട കാര്യമില്ല. ഒരു കർത്താവ് പറയുന്ന പോലെ അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ശത്രുവിനെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇങ്ങനത്തെ ക്രൂരമായ പീഡനങ്ങൾ ഇനിയുണ്ട്, അവഹേളനങ്ങൾ, നിന്ദനങ്ങൾ, നമ്മുടെ വിശ്വാസത്തെ വലിച്ചു കീറുന്ന സംഭവങ്ങളുണ്ടാവും. ബൈബിളിനെ ദുർവ്യാഖ്യാനിക്കുന്ന സമയങ്ങളുണ്ടാവും. പക്ഷെ അവിടെ നമ്മൾ അസ്വസ്ഥരാകേണ്ട കാര്യമില്ല. അവിടെ നമ്മൾ സ്നേഹം എപ്പോഴും നമ്മളിലുണ്ടാവും. സ്നേഹത്തിലായിരിക്കണം. കാരണം അവൻ വാനമേഘങ്ങളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നമ്മൾ അവനെ പോലെ ആയിരിക്കണം എന്ന് യോഹന്നാൻ ശ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ അതിക്രമങ്ങളും അവഹേളനങ്ങളും നിന്ദനങ്ങൾ വരുമ്പോൾ അവൻ നമുക്കൊരു മാതൃക കാണിച്ചു തന്നു. തന്നെ കുത്തിയവനെ ആശീർവദിച്ച് അനുഗ്രഹിച്ചവൻ, തന്നെ മുഖത്ത് തുപ്പിയവനെ അനുഗ്രഹിച്ചവൻ, തന്നെ കുരിശിൽ തറച്ചവൻ ചെയ്യുന്ന എന്താണെന്നറിയില്ല, അവൻ്റെ പാപത്തിന് പരിഹാരം ചെയ്തവൻ. ഇതുപോലെ ക്രിസ്ത്യാനി, only we can do that. Only Christians can do that. Only Christians can pray like that. ശത്രുവിനെ അനുഗ്രഹിക്കണമെന്നും അവൻ്റെ തെറ്റിനെ ന്യായീകരിച്ച് ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കാനും അവൻ്റെ പാപത്തിന് പരിഹാരം ചെയ്യാനും നമുക്ക് മാത്രമേ പറ്റൂ. അത് ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇനി നമ്മൾ വിചാരിക്കരുത് ഇതൊരു ചെറിയ സാധനമാണെന്ന് വിചാരിക്കരുത്. ഇത് ഈറ്റുനോവിൻ്റെ ആരംഭമാണ്. ഇന്ന് നമുക്കറിയാം ഭാരതസഭ, കേരള സഭ. എന്തുകൊണ്ടാണ് ഒരു മലയാളത്തിൽ നിന്ന് ഇങ്ങനൊരു സാധനം വരുന്നത്? അതിന് കാരണമുണ്ട്. കാരണം ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടുന്ന, വിശ്വാസത്തിൽ ആഴപ്പെടുത്തുന്ന സഭയാണ് കേരള സഭ. ഏറ്റവും കൂടുതൽ ദൈവവിളിയുള്ളത്, ഏറ്റവും കൂടുതൽ സന്യസ്തര്, സുവിശേഷ പ്രഘോഷകർ, ധ്യാനമന്ദിരങ്ങൾ, ആത്മീയമായി ഉണർന്നിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് ആൻഡ് പവർഫുൾ ചർച്ച് ഇസ് ദ കേരള ചർച്ച്. ഇവിടെയാണ് അടി വരുന്നത്. ഇവിടെയാണ് സഭാപിതാക്കന്മാർ, സഭാമേലധികാരി ഉണരണം. ദ അറ്റാക്ക് ഈസ് ഓൺ us. ഇതിനുള്ള പ്രതിവിധിയുണ്ട്. അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയുന്നതായിരിക്കും. 2, ഇതെന്തുകൊണ്ട് ഇന്ത്യയിൽ ഇത് രാഷ്ട്രത്തിനെതിരായിട്ടുള്ളൊരു യുദ്ധമാണ്. ഇതൊരു വൺ പ്ലാനാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യം ഭാരതം അല്ലേ? ആ ഭാരതത്തിൽ 3 വർഷമേ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റിനെതിരായിട്ട് വളരെ ചുമ്മാതെ ഒരു കഥ കൊണ്ടുവരത്തില്ല. മനസ്സിലാക്കുക. ആൻഡ് ദെൻ യു വിൽ അണ്ടർസ്റ്റാൻഡ് ഹൂ ഈസ് ബിഹൈൻഡ് ഇറ്റ്. ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു രാഷ്ട്രം, പ്രത്യേകിച്ച് ഭാരതം, ഇന്ത്യയിൽ നിന്ന്, ലോകത്തിൽ നിന്ന് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രമാണ്. ആൻഡ് വി റിയലി അപ്രീഷിയേറ്റ് ദി ഗവൺമെൻറ്. ദേ ആർ ബ്രിങ്ങിങ് അപ്പ് ദിസ് കൺട്രി ഇൻ എ വെരി ബിഗ് മാനർ. വളരെ ഭംഗിയായിട്ട് ഇതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. കുറച്ച് കുറവുകളും വീഴ്ചകളുണ്ട്, ദാറ്റ് ഇസ് ഫൈൻ. ബട്ട് ഇവിടെ നമ്മൾ അതിനെ നോക്കിയിരിക്കുന്ന സമയമല്ല. കാരണം ഇവിടെ ഈ രാജ്യത്തിനെ ഭരിക്കുന്ന ആ ഒരു സംവിധാനത്തിനെതിരായിട്ടുള്ളൊരു വെല്ലുവിളിയാണ്. അങ്ങനെ വെല്ലുവിളിക്കണമെങ്കിൽ ചെറിയ ആൾക്കാരല്ല വെല്ലുവിളിക്കണത്. അതിന് പുറകിലുള്ള ശക്തിയെ മനസ്സിലാക്കണം. ദാറ്റ് ഇസ് വൈ സേ ഇറ്റ് ഈസ് പ്യോർ ഈവിൾ. അത് നമ്മൾ ബുദ്ധിയും ശക്തിയും ആയുധം കൊണ്ട് നടക്കില്ല. അതിനെ പ്രാർത്ഥനയിൽ നേരിടണം. കർത്താവ് നേരിട്ട, ഈ ലോകത്തിന് സൃഷ്ടായവൻ ഈ ശക്തിയെ നേരിട്ട രീതി തന്നെയാണ് ഇതിനുള്ള വഴി. വാളെടുക്കരുത്, വാളെടുത്താൽ തീർന്നു പോകും. നീ വാളെടുക്കണമെന്നുള്ളതാണ് അവൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ഹാവ് വിസ്ഡം. ഓൾ ദ പൊളിറ്റിക്കൽ ലീഡേഴ്സ്, യു ഷുഡ് ഹാവ് ദ വിസ്ഡം. ഡോണ്ട് കൺഫ്രണ്ട് ദം വിത്ത് യുവർ പവർ ആൻഡ് വെപ്പൺസ്. ആയുധങ്ങൾ, അധികാരം വെച്ചല്ല നേരിടേണ്ടത്.
സ്നേഹത്തിലും പ്രാർത്ഥനയിലും നേരിടാൻ പഠിക്കണം. അങ്ങനെ കീഴ്പ്പെടുത്താൻ പറ്റുള്ളൂ. 3, ഇത് നമ്മുടെ കുടുംബങ്ങൾക്ക്, നമ്മുടെ യുവതലമുറയ്ക്കെതിരെയുള്ള ഒരു ആക്രമണമാണ്. 3 തരത്തിലാണിത് വരുന്നത്. 1 രാഷ്ട്രത്തിനെതിരായിട്ടുള്ളതാണ്, 2 സഭയ്ക്കെതിരായിട്ടുള്ളതാണ്, 3 പുതിയ തലമുറ കുടുംബങ്ങൾക്കെതിരായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതിനെ നമ്മൾ നേരിടേണ്ട സമയം വാളെടുത്തിട്ടല്ല, പ്രാർത്ഥിക്കണം. സഭ ഒരുങ്ങണം. അതിനെക്കുറിച്ച് അടുത്ത ഇതിൽ ഞാൻ പറയുന്നതായിരിക്കും. അതുകൊണ്ട് ഇത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു നിസ്സാര കാര്യമല്ല. എന്നാൽ നമ്മൾ ഇതിനെ വെറുതെ ആത്മീയമായിട്ട് വൈകാരികമായിട്ട് ഇതിനെ കാണരുത്. ഇത് കണ്ടു കഴിഞ്ഞാൽ പാപമാണ്, നരകത്തിൽ പോകും. നരകത്തിലൊന്നും പോകത്തൊന്നുമില്ല. ഇതിനെ പോയി കാണുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ട രീതി എന്താണ്? നിന്റെ വിശ്വാസത്തിൽ നീ മുറുകെ പിടിക്കാനുള്ള സമയമാണ്. വെറുതെ പൊട്ടന്മാർ കാണുന്നവരെ കഴിഞ്ഞാൽ നിനക്കിട്ട് പണി കിട്ടും. അതുകൊണ്ട് ഇതെൻ്റെ കർത്താവ് എഴുതി ചെയ്ത കാര്യങ്ങൾ, ഞാൻ വിശ്വസിക്കുന്ന കാര്യങ്ങൾ, ഞാൻ വിശ്വസിക്കുന്ന പുസ്തകം സത്യമാണ് എന്ന് ഒരിക്കൽ കൂടി ഇതിന് ഉറപ്പിക്കാനും ആ വചനത്തിലനുസരിച്ച് നിന്റെ ജീവിതത്തെ പരിവർത്തനം ചെയ്യാൻ ഈ സിനിമ നിങ്ങൾ ഓരോരുത്തരെയും വെല്ലുവിളിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അത് പേടിച്ചിട്ട് കാണാൻ പോയി കഴിഞ്ഞാൽ നരകത്തിൽ പോകും, കാണാൻ പോയി കഴിഞ്ഞാൽ പാപമോചനം കിട്ടത്തില്ല എന്ന് വിചാരിക്കേണ്ട. അങ്ങനെയൊന്നുമില്ല. അതിനൊന്നും ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. പക്ഷേ ഇത് നിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്ത് ജാഗരൂകരായിരിക്കണം. നിന്റെ വിശ്വാസം ചോദ്യപ്പെടുന്ന സമയമാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞതുപോലെ 24:8 ഇതെല്ലാം ഈറ്റുനോവിന്റെ ആരംഭം മാത്രം. അവർ നിങ്ങളെ പീഡനം ഏൽപ്പിച്ചു കൊടുക്കും, അവർ നിങ്ങളെ വധിക്കും, എൻ്റെ നാമനിമിത്തം സർവ്വജനങ്ങളും നിങ്ങളെ ദ്വേഷിക്കും, അനേകർ വിശ്വാസം ഉപേക്ഷിക്കുകയും പരസ്പരം ഒറ്റിക്കൊടുക്കുകയും ദ്വേഷിക്കുകയും ചെയ്യും. ഇതൊക്കെ നമ്മുടെ വിശ്വാസം നമ്മളെ മാറ്റാനുള്ള, അല്ലെങ്കിൽ വിശ്വാസത്തെ എതിരായിട്ട് വരുന്ന ചില കാര്യങ്ങളാണ്. ഇത് മനസ്സിലാക്കണം. അപ്പം നീ മനസ്സിലാക്കേണ്ടത്, ഈ സിനിമ കാണുമ്പോൾ, ഈ കഥ കാണുമ്പോൾ, ഇത് എഴുതിയ ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, എൻ്റെ പൊന്നുമോനെ, എൻ്റെ കർത്താവ് ഇതെല്ലാം നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്, നീ വെറുതെ എന്നെ ഇതിന് കിട്ടത്തില്ല. അപ്പം നമ്മുടെ വിശ്വാസത്തിൽ ആഴപ്പെടാനുള്ള ഒരവസരമായിട്ട് ഈ സിനിമയെ കാണും. അവരുദ്ദേശിച്ചത് നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി, നമ്മളെ അവഹേളിപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മളതിന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ സമയമായിക്കൊണ്ടിരിക്കുന്നു. ഈ ലോക ജീവിതത്തിൽ നമ്മുടെ സമയം തീരാൻ പോവുകയാണ്. വലിയ പ്രത്യാശയോടെ our Lord is going to come in the heavenlies with all his angels. 2000 വർഷം മുമ്പ് അവൻ വന്നപ്പോൾ ലോകം അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഇനി ഞാൻ വരാനുള്ള സമയമായി. സർവമഹത്വത്തോടെ കർത്താവ് വരുമ്പോൾ അവനെ സ്വീകരിക്കാൻ, അവനോട് ആയിരിക്കാൻ ഒരുങ്ങാനുള്ള അവസരമാണ് നമ്മളെ സംബന്ധിച്ച് ഈ സിനിമ. ഓക്കെ, ഡോണ്ട് ബി അഫ്രൈഡ്, ദേ കനോട്ട് ഡു എനിത്തിങ് ഇൻ യു. പക്ഷേ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇതിൻ്റെ പുറകിലുള്ള ശക്തികൾ എന്താണെന്ന് കുറച്ചുകൂടി ഡീറ്റെയിൽസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കും. ആൻഡ് ദർ ഇസ് എ വെപ്പൺ, വി ഹാവ് എ വെപ്പൺ. എന്താണ്? അതാണ് ജപമാല, അതാണ് പരിശുദ്ധ അമ്മ. ഒരു സൈലന്റ് വെപ്പൺ ഇതിനൊക്കെ വേണ്ടി കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ സത്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ ആയുധങ്ങൾ എടുക്കണം, പ്രാർത്ഥിച്ചു തുടങ്ങാം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ആൾക്കാർ വിചാരിക്കും 2000 വർഷം നമ്മുടെ കർത്താവിനെ നട്ടലില്ലാത്തവൻ വിളിച്ചവനാണ്, ഇവൻ എന്ത് രക്ഷകനാണ് വിളിച്ചത്. സാരമില്ല, പക്ഷെ അത് വചനത്തിന്റെ പൂർത്തീകരണമാണ്. ഇതും വചനത്തിന്റെ പൂർത്തീകരണമാണ്. അതുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. We need to confront it in love and we need to submit our life to Christ. ഇനിയും ക്രിസ്തുവിന് ജീവിതം സമർപ്പിക്കാത്തവരെ സമർപ്പിക്കുക. എങ്കിലേ ഈ പ്രതിസന്ധികളെ, വെല്ലുവിളിയെ നേരിടാൻ നിനക്ക് സാധിക്കുള്ളൂ. നമ്മുടെ ബുദ്ധിയും കഴിവുകൊണ്ട് നേരിടാൻ സാധിക്കത്തില്ല. നിങ്ങളുടെ കൃപയും ജ്ഞാനവും സ്വർഗ്ഗം നിങ്ങൾക്ക് നൽകട്ടെ. നമുക്ക് ഒരുങ്ങണം. പൗലോസ് ശ്ലീഹ പറയുന്നത് പോലെ നമ്മൾ ആയുധങ്ങൾ എടുക്കേണ്ട സമയമായി. എന്താ നമ്മുടെ ആയുധം? നമ്മുടെ ആയുധം ഈ ലോകത്തിൻ്റെ മനുഷ്യരുടെ ആയുധമല്ല. അതിനാൽ ദൈവത്തിൻ്റെ, എഫെസ്യോസ് 6:13, അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ, തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. നമുക്ക് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാം. ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്താ? ടു പ്രീച്ച് ദിസ് ഗോസ്പൽ. സത്യദൈവത്തെ കാണിച്ചു കൊടുക്കണം. ആത്മരക്ഷ ഈ ലോകത്തിൽ സംഭവിക്കണം. ആ കർത്തവ്യമാണ് നമുക്കുള്ള ഏറ്റവും വലിയ കർത്തവ്യം. ഈ കർത്തവ്യം നിർവഹിക്കാൻ നമ്മൾ ഉറച്ചു നിൽക്കണം. ചെറുത്ത് നിൽക്കാൻ നിങ്ങൾ ആയുധം. എന്താണ് നമ്മുടെ ആയുധം? അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ. സമാധാനത്തിന് സുവിശേഷത്തിൽ ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ. സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിന്റെ പരിചയം എടുക്കുവിൻ. രക്ഷയുടെ പടത്തുപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാളെടുക്കുകയും ചെയ്യുവിൻ. ഹല്ലേലൂയ. ഇതാണ് നമ്മുടെ ആയുധം. ഓക്കെ, ക്രിസ്ത്യാനി നിനക്കുണ്ടോ? അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അണിയുക. ടൈം ഇസ് അപ്പ്. ഓക്കെ, സമയമായി. 10 മഹാമാരികൾ ഈജിപ്തിൽ വന്നപ്പോൾ അത് യഹൂദനെ സംബന്ധിച്ച് അവൻ്റെ രക്ഷയ്ക്കുള്ള സമയമാണ്. എന്നാൽ അത് ഈജിപ്തിനെ സംബന്ധിച്ച് നാശത്തിനാണ്. ഈ ലോകത്തിനെ സംബന്ധിച്ച് നാശത്തിൻ്റെ സമയമാകുന്നതിന് അടയാളമാണ് ഈ ചിത്രങ്ങളൊക്കെ. പക്ഷേ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് എൻ്റെ രക്ഷയുടെ സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് റാപ്ചർ അല്ല. ഓക്കെ, വി നീഡ് ടു കൺഫ്രണ്ട് ഇറ്റ്, ഫേസ് ഇറ്റ്. ബലിയാകേണ്ട സമയമാണ്. നിന്റെ കർത്താവ് ഇതിൻ്റെ മണവാളൻ ബലിയായെങ്കിൽ നമ്മുടെ സഭ വിശുദ്ധീകരിക്കപ്പെട്ട് അവനോട് ഒന്നു ചേരാനുള്ള സമയം. And we need to face it and go through these sufferings and pain.
And may the God bless you and give you the courage and power to face it. Amen.